ഹായ് ഫ്രണ്ട്സ്, യൂട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ വന്നിരിക്കുന്നത് അംബർല സ്ലീവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു കുഞ്ഞു കുട്ടീൻ്റെ ഒരു ഫ്രോക്കിലാണ് കേട്ടോ കാണിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ബോഡി പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മെഷർ ചെയ്യേണ്ടത് ആം ഹോൾ റൗണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ആം ഹോൾ ലെങ്ത്ത് വരുന്നത് 5.5 ഇഞ്ചാണ്. ആം ഹോൾ റൗണ്ട് വരുന്നത് 6.5 ഇഞ്ചാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യം മെഷർ ചെയ്യേണ്ടത്. അടുത്തത് സ്ലീവിന് എത്ര ലെങ്ത്ത് വേണം, അതാണ് അടുത്തത്. അപ്പോൾ നമുക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടതെന്ന് നോക്കാം. 6 ഇഞ്ചാണ്. അപ്പോൾ ടോട്ടൽ 12 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് വിടണം. അത് മുകളിൽ ഈ സ്ലീവ് അറ്റാച്ച് ചെയ്യാനും താഴെ അംബ്രല്ല സ്ലീവിൻ്റെ അടിഭാഗം മടക്കി തയ്ക്കാനാണ് 1 ഇഞ്ച്. അപ്പോൾ സ്ലീവ് തയ്ക്കാനുള്ള തുണി ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇതിനെ ഇതുപോലെ മടക്കിയിരിക്കുകയാണ്. മടക്കിയ ശേഷം നമുക്ക് ഇതിൻ്റെ വീതി നോക്കാം. 13 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണ് വേണ്ടത് അതിൻ്റെ കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 13 ഇഞ്ച് കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത്, തുണി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്ലീവിൻ്റെ ലെങ്ത്ത് എത്ര വേണം നോക്കാം. അതിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ തുണി മടക്കേണ്ടത്. കേട്ടോ, ഇവിടെ നമുക്ക് 4 ലെയറായിട്ടാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് ഇതുപോലെ മടക്കാം. വേണ്ട, അപ്പോൾ ഇതുപോലെ ഇവിടെ നിന്ന് ഇതുപോലെ മടങ്ങിയതും ഇതുപോലെ 4 ലെയറായിട്ടും കിട്ടും. അപ്പോൾ ഈ മടക്കണ രീതി തെറ്റിപ്പോവരുത്. ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ മടക്കാൻ, എന്നാലേ നമുക്ക് കറക്റ്റ് ഒരു സർക്കിളിൽ കിട്ടുള്ളൂ. ഓക്കെ, ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ റൗണ്ട് വരച്ച് സ്ലീവിന് ആ ഒരു കർവ് ഷേപ്പും കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ വരയ്ക്കേണ്ടത് ഇവിടെ നിന്നാണ് ഇനി ശ്രദ്ധിക്കാനുള്ളത്. അത് ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. ആ മടങ്ങിയ ഭാഗത്ത് നിന്ന് 2 ഭാഗം ഇങ്ങനെ കിടക്കണമുണ്ടോ, അവിടെ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. മടക്കി ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് 6.5 ഇഞ്ച് കിട്ടണം, എന്നാലാണ് നമുക്ക് 13 ഇഞ്ച് കിട്ടണം അല്ലേ. അപ്പോൾ നോക്കി ഇനി ആ ഒരു പോയിന്റിൽ നിന്ന് ഇതുപോലെ ടേപ്പ് വയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് 6.5 ഇഞ്ച്, അതാണ് നമ്മൾ ആദ്യം മടക്കാനെടുത്തിരുന്നത് അല്ലേ, അത് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ചുറ്റും 6.5 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്താണ്. 6.5 ഇഞ്ച് എന്ന് പറയുന്നത് 13 ഇഞ്ചിൻ്റെ പകുതിയാണ് കേട്ടോ 6.5 ഇഞ്ച്. എന്നിട്ട് ഇതുപോലെ ഒരു ഷേപ്പിൽ മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ ആ മടങ്ങിയ ഭാഗമൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇനി ഇതിന് വേറെ എക്സ്ട്രാ തയ്യൽത്തുമ്പൊന്നും കൊടുക്കരുത്. നമ്മൾ എല്ലാം വിട്ടിട്ടാണ് 13 ഇഞ്ചിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് അതങ്ങോട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിവിടെ എൻ്റെ ഒരു മിഡിൽ പോയിൻ്റ് മാർക്ക് ചെയ്യാനാണ് ഒരു അറ്റത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ സർക്കിളിൻ്റെ മിഡിൽ പോയിൻ്റ് കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് 2 ലെയറിലാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ 2 സ്ലീവിനുള്ളത് ഒരുമിച്ചാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ആ ഒരു സെൻറ്റർ പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക. അത് ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് വരയ്ക്കാവുന്നതാണ്. ഇനി അടുത്ത് നമ്മൾ ആ തയ്ച്ച് വെച്ചിരിക്കുന്ന ബോഡി പാർട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ 2 സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്കിതിൻ്റെ ആം ഹോൾ റൗണ്ട് എത്ര കിട്ടണമെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് ചുറ്റും അളന്ന് നോക്കുക. അപ്പോൾ ആ ഒരു അറ്റഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് 13 ഇഞ്ച് തന്നെയാണ് കിട്ടണത്. അതിൻ്റെ പകുതി 6.5 ഇഞ്ച് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തിരുന്നു. ഇനി അതിൻ്റെ പകുതി 6.5 ഇഞ്ചിൻ്റെ പകുതി 3.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ഇനി ആ 3.25 ഇഞ്ചിൻ്റെ പകുതി 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതെല്ലാം ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെ വേണം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്, ആ ഒരു ലൈനിൽ നിന്ന്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ആ മാർക്ക് ചെയ്ത 1.5 പോയിന്റിൽ നിന്ന് ഇതുപോലെ 1.5 ഇഞ്ച് ചുറ്റും നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. ഇതുപോലെ 1.5 ഇഞ്ച് ആ ഒരു റൗണ്ട് കിട്ടാൻ വേണ്ടിയാണ്. കണ്ടോ, അതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മുടെ ആം ഹോൾ റൗണ്ട് വരുന്നത്. കണ്ടോ, ഇങ്ങനെ നമുക്ക് കറക്റ്റ് റൗണ്ടിൽ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിതെല്ലാം ചെയ്തത്. ആദ്യം ചെയ്തത് നമ്മൾ തുണി വെട്ടണം മുന്നേ നമ്മൾ ചെയ്തത് സ്ലീവിൻ്റെ ലെങ്ത്ത് ആയിരുന്നു. അതൊക്കെ റൗണ്ടിൽ വെട്ടിയ ശേഷം ഇപ്പോൾ മാർക്ക് ചെയ്യണത് അതിൻ്റെ ആം റൗണ്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി തുണീനെ ഇതുപോലെ മടക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ആ റൗണ്ടിൽ തന്നെ നമ്മൾ തുണീനെ മടക്കിയിട്ട് വേണം കട്ട് ചെയ്യേണ്ടത്. ഇതുപോലെ ഒരു മടക്ക് നമ്മൾ മടക്കിയാൽ മതിയോ. ഈ രീതിയിൽ കട്ട് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവ് എന്ന് പറയുന്നത് ആം ഹോൾ റൗണ്ടാണ്. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റായിട്ട് ആ സ്ലീവായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ ഒരു പോയിൻ്റൊക്കെ മാർക്ക് ചെയ്ത്
കട്ട് ചെയ്തത്. ഇനി നമുക്കിതെങ്ങനെയാണ് സ്ലീവിലേക്ക് അറ്റാച്ച് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ അത് ഇതുപോലെ വെച്ച് കൊടുക്കാം. നീളം കൂടിയ ഭാഗം മുകളിലും താഴത്തെ ഇറക്കം കുറഞ്ഞ ഭാഗം, നീളം കുറഞ്ഞ ഭാഗം താഴെയിട്ട് വരണം. ഇനി ഈ തുണീനെ ഇതുപോലെ നല്ല വശം ചേർത്തിട്ട്, ടോപ്പിൻ്റെയും നല്ല വശം ചേർത്തിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ വയ്ക്കുക. നമുക്ക് കറക്റ്റായിട്ട് തന്നെയായിരിക്കും കിട്ടണത്, ആ സെയിം മെഷർമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ. ഓക്കെ, എന്നിട്ട് അതുപോലെ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ഒരു അരയിഞ്ച് പോകണുണ്ടല്ലോ, പിന്നെ ആ സ്ലീവിൻ്റെ അറ്റത്തും ഒരു അരയിഞ്ച് പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 6 ഇഞ്ച് ഇറക്കത്തിലുള്ള സ്ലീവിനെ 1 ഇഞ്ച് കൂട്ടി എക്സ്ട്രാ തയ്യത്തുമ്പിട്ട് 13 ഇഞ്ചിലേക്ക് എത്തിച്ചത്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് 6.5 ഇഞ്ച്. അപ്പോൾ ഇവിടെ ആം ഹോൾ റൗണ്ട് നമുക്ക് 5.5 ഇഞ്ചാണ് കിട്ടുന്നത്. കണ്ടോ, അപ്പോൾ ഇവിടെ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്ലീവ് തന്നെയാണത്. അംബർല സ്ലീവാണ്. നല്ല കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു കട്ടിങ്ങിൽ നമുക്ക് 2 സ്ലീവിനുള്ളതാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറേ മോഡൽസ് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബ്ലൗസിലായാലും നമുക്ക് ഈ ഒരു പാറ്റേൺ ചെയ്തെടുക്കാം. ഇത് ഡബിൾ ലെയറിൽ ചെയ്യണതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അത് കണ്ടു നോക്കാം, അംബർല സ്ലീവിൻ്റെയൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.